Okay. In this video, we are going to discuss cube root of unity and the problems related to cube roots of unity. ഇത് രണ്ടുമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു റൂട്ട് ഓഫ് -1 എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് കോംപ്ലക്സ് നമ്പറിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, സ്ക്വയർ റൂട്ട് ഓഫ് 1 നിങ്ങൾക്കറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് 1 ഈസ് 1:1/2 if it is equal to 1 itself. അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ +or-1 ആവാം. ബട്ട് ഹിയർ വി ഹാവ് ടു ഫൈൻഡ് the cube root of 1. That is, if z equal to 1:1/3, then we have to find the values of 1:1/3 or cube root of 1. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1:1/3. 1:1/3 അല്ലെങ്കിൽ z ഡിഗ്രി 1/3 എന്നുള്ളതിന്റെ റൂട്ട്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The cube root of 1 can be solved by z cube equal to, അപ്പോൾ (1/3) പവർ കളയാൻ വേണ്ടി രണ്ട് സൈഡിലും ക്യൂബ് ചെയ്തു. അപ്പോൾ z3 equal to 1 എന്നുള്ള ഇക്വേഷൻ വന്നു. ദാറ്റ് ഈസ് z3 -1 equal to 0. ക്യൂബിക് ഇക്വേഷൻ ആണ്. ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് ഇങ്ങനെ എഴുതി. From either this equal to 0 or this equal to 0. If z -1 equal to 0, then which implies z equal to 1. അപ്പോൾ ഒരു റൂട്ട് കിട്ടിയേ ഒരു റൂട്ട് z equal to 1 എന്നുള്ളതാണ്. റിയൽ ആണ്, റിയൽ നമ്പർ ആണ്. ബട്ട് z² +1 equal to 0, സെക്കൻഡ് പാർട്ട് ഇക്വേറ്റ് 0 ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എഗൈൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ z കിട്ടും. അത് സോൾവ് ചെയ്യുക. നമുക്ക് സോൾവ് ചെയ്താൽ ഒരു കോംപ്ലക്സ് നമ്പർ, ഒരു പെയർ ഓഫ് കോംപ്ലക്സ് നമ്പർ ആണ് റൂട്ടായിട്ട് കിട്ടുന്നത്. ആ പെയർ ഓഫ് കോംപ്ലക്സ് നമ്പർ യൂസ് ചെയ്താണ് നമ്മൾ ഇനി ഒമേഗ² എന്നുള്ള ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. Therefore, രണ്ട് റൂട്ട് കിട്ടി. ഒരെണ്ണം -1 + √3i/2, ഒരെണ്ണം -1 - i√3/2. Therefore, the roots are 1, -1 + √3i/2, -1 - √3i/2. This -1 + √3i/2 is denoted by omega, and this -1 - √3i/2 is denoted by omega². ഇത് ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. വേണമെങ്കിൽ ഇതിന്റെ ഓൾ സ്ക്വയർ എടുത്തൊന്ന് ചെയ്ത് നോക്കിക്കോ. ഈ വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. Therefore, cube root of unity are 1 omega. The roots of unity are, cube roots of unity are 1 omega², where omega is -1 + √3i/2 and omega² is -1 - i√3/2. ഇത് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് properties of cube root of unity, properties of omega എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. omega cube is equal to 1. By heart, omega cube is equal to 1. ഇനി നമുക്ക് ഹയർ പവേഴ്സ് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ /3 ചെയ്ത് ഏതൊരു വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ i⁴ = 1 എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും i⁻⁴ ഹയർ പവേഴ്സ് ഒക്കെ നമ്മൾ /4 ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ചതുപോലെ തന്നെ omega cube is equal to always 1. അടുത്തത് 1 + omega + omega, the sum of roots 1 omega². sum of roots 1 അല്ലേ ഈ 1 omega²ന്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ടു 0. അടുത്തത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3n പവർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 3 പവറിനെ എല്ലാം എപ്പോഴും സമ്മ 0 ആയിരിക്കും. omega² equal to omega² is omega⁻⁴. /3 ചെയ്ത് കഴിയുമ്പോൾ വരുന്ന റിമൈൻഡർ 1 omega⁻1 omega. ഇനി 1 omega² equal to 1 omega. ബൈ ഹാർട്ട് ചെയ്യുക. ഇങ്ങോട്ട് മരിക്കുമ്പോൾ 1 ആവും. omega² equal to 1 omega, and also omega and omega² conjugate are same. Omega and omega² conjugate are same. Very important results. Problem ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ബൈ ഹാർട്ട് ചെയ്യുക. Now, modulus of omega is +1. Also, modulus of omega² is +1. Argument of omega is 2π/3, and argument of omega² is 4π/3. ഇത്രയും കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസിലോട്ട് പോകാവുന്നതാണ്. ഇപ്പൊ പറഞ്ഞത് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയുടെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഇനി ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി യൂസ് ചെയ്ത് ചെയ്യുന്ന രണ്ട് എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ്
if you have to find z raised to 69, where z is given as root 3 plus I by root 2. We are given z equal to root 3 plus I by root 2. You have to find z raised to 69. നമ്മൾ നോക്കിയപ്പോൾ റൂട്ട് ഉണ്ട് ഐ ഉണ്ട് ഒരു റൂട്ട് 3 പ്ലസ് ഐ ബൈ 2 ആണ് റൂട്ട് 3 പ്ലസ് ഐ ബൈ 2. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ ബൈ 2. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ റൂട്ട് 3 ഉണ്ട് ഐ ഉണ്ട് 2 ഉണ്ട്. പക്ഷെ നമുക്കറിയാം ഇതൊരു റൂട്ട് 3 മൈനസ് ഐ ബൈ 2 അല്ലെ മൈനസ് റൂട്ട് 3 മൈനസ് ഐ ബൈ 2 ആണെങ്കിൽ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണെന്ന് നമുക്കറിയാം. അറിയാലോ. അപ്പൊ ആ ഫോമിൽ എഴുതാൻ വേണ്ടി ആദ്യമേ ഇസഡിനെ കൺസിഡർ ചെയ്തു. root 3 plus I by 2 can be written as, if I am taking a minus outside, then it will become minus root 3 minus I by 2. ആണല്ലോ. Now, what is this one? ഈ മൈനസ് മാറ്റി നിർത്തി ഇതിൻ്റെ അകത്തോട്ട് നോക്കിക്കേ. മൈനസ് റൂട്ട് 3 മൈനസ് ഐ ബൈ 2. വാട്ട് ഈസ് മൈനസ് റൂട്ട് 3 മൈനസ് ഐ ബൈ 2? തൊട്ട് മുന്നത്തെ റിസൾട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ റിസൾട്ട് ആണ്. -1 മൈനസ് റൂട്ട് 3 ഐ ബൈ 2 എന്ന് പറഞ്ഞ ഒമേഗ സ്ക്വയർ അല്ലേ. അപ്പൊ ഒമേഗ സ്ക്വയർ ആണ്. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. therefore z raised to 69 എങ്ങനെ എഴുതാം? മൈനസ് ഒമേഗ സ്ക്വയർ the all is to 69 എഴുതാം. x raised to m the all is to n is x raised to m, that is minus 1 raised to 69 into omega square raised to 69. Minus 1 raised to odd power is minus 1. Omega square raised to 69. Omega raised to 69. 2 into is omega raised to 138. Now find the value. To find this value, divide that power by 3, since we know that omega cube equal to 1. Therefore, it will become 46. Is clearly remainder is 0. Therefore, omega cube. Therefore, it will become minus 1 into omega cube. അല്ലേ, ഒമേഗാന്റെ ഇതിൽ പവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെ എങ്ങനെ എഴുതാം? ഒമേഗ റീസ് ടു 3 the all is to 46 എന്ന് എഴുതാം. That is minus 1 into omega cube is 1. 1 is to 46. Therefore, the answer is minus 1. You can find the value of any power if z is in this form minus root 3 plus minus root 3 minus I by 2 or minus root 3 plus I by 2 എന്നുള്ള ഫോമിലാണെങ്കിൽ ഉറപ്പായിട്ട് ഓർക്കുക ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയുടെ കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. We are moving to one more problem. The next question is find 2 plus 3 omega plus 2 omega square the all is to 5 plus 2 plus 3 omega square plus 2 omega the all is to 5. We have to find this one, the sum. Again, omega square are cube roots of unity. Therefore, we can write, how can you relate the terms into 1 plus omega plus omega. 1 നമുക്കറിയാം 1 plus omega square equal to 0 ആണെന്നുള്ള ഒരു റിസൾട്ട് ഉണ്ടോ, ഒമേഗ ക്യൂബ് ഈക്വൽ ടു 1 എന്നുള്ള റിസൾട്ട് ഉണ്ടോ. ഈ രണ്ട് കൺസെപ്റ്റ് യൂസ് ചെയ്താണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ എല്ലാ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ നോക്കി ഇപ്പൊ 2 കോമൺ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടൈമിനെ ഇതിനെ എങ്ങനെ എഴുതാം? 2 വരുന്നല്ലോ ഒരുമിച്ച് എഴുതി. അപ്പൊ 2 plus 2 omega സ്ക്വയറിൽ നിന്നും 2 plus 2 omega സ്ക്വയർ plus 3 omega the all is to 5 എഴുതി. ഇനി ഒരുമിച്ച് കോഎഫിഷ്യന്റ് വരുന്നതിനാൽ ഒരുമിച്ച് അടുത്തത് 2 plus 2 omega plus 3 omega സ്ക്വയർ എന്ന് എഴുതി. ഒരുമിച്ച് വരുന്നതെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തു, ഒരേ കോഎഫിഷ്യന്റ് വരുന്നതെല്ലാം. which can be written as 2 plus 2 omega square can be written as 2 into 1 plus omega square. അല്ലെ, 2 ഔട്ട്സൈഡ് എടുത്ത് കഴിഞ്ഞിട്ട് plus 3 omega the all is to 5
plus 2 into 1 plus omega plus 3 omega square, the all is to 5. Now, what is 1 plus omega square? From this one, you can write 1 plus omega square as minus omega. Left side minus omega. Therefore, you can write it as 1 plus omega square is minus omega. Therefore, 2 into minus omega is minus 2 omega plus 3 omega. The all is to 5 plus again 2 into 1 plus omega. 1 plus omega can be written as, from this one, we can write 1 plus omega equal to minus omega square right hand side omega square upper side minus omega square. Therefore, you can write minus 2. 1 plus omega can be replaced by minus omega square all is to 5. That is minus 3 omega plus minus 2 omega plus 3 omega is omega raised to 5 minus 2 omega square plus 3 omega square is omega square raised to 5. Now, divided by 5, then the remainder divided raised to 5. Therefore, divide by 3. Then we know that the remainder is 2. Therefore, it can be written as omega square plus omega raised to 10. It can be written as omega raised to 5 plus omega raised to 10. Again, omega raised to 10 means omega 10 by 3. Remainder 3 3 into 3 plus 1. Remainder. 3 into 3 plus 1. Therefore, the remainder is 1. Therefore, omega plus omega square is the answer. Or you can write, since 1 plus omega square equal to 0, we can write omega plus omega square as minus 1. Or more precisely, you can answer this as minus 1. This related problems are very important. This is mari pala terms to go chodikkumennu ullu. Simple but very important.